വി എസിനെ കുറിച്ച് 2 വാക്ക്. വി എസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയണം. പക്ഷേ ഇനി ഇതുപോലെ ഒരാളിനെ നമുക്ക് കിട്ടൂല. നമ്മളെ രാഷ്ട്രീയത്തിൽ വി എസിനെ പോലെ ആളിനെ ഇനി കിട്ടാൻ പാടാണ്. ഇപ്പോൾ ഉള്ളതായാലും ഇനി ഉണ്ടാവാനും സാധ്യത കുറവാണ്. ഇതുപോലെ വളർന്നു വരുന്ന ഒരാളിനെ കിട്ടണമായാലും പാട് തന്നെയാണ്. പറയാനുള്ള ഒരു കാര്യങ്ങളല്ല, ഒരുപാട് ജനങ്ങളെ മനസ്സിൽ പറയണമെന്ന് തോന്നുന്നൊരു കാര്യം. മനസ്സിൽ പറയാൻ അങ്ങനെ ചെയ്ത ഉപകാരങ്ങൾ, ആൾ പാവപ്പെട്ടവൻ്റെ കൂടെ നിന്ന് ചെയ്ത ഓരോ സമരങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ ഇടയ്ക്ക് വീഴ്ചകൾ അങ്ങേർക്ക് ഉണ്ടാക്കി കൊടുത്ത വീഴ്ചകളല്ലാതെ അങ്ങേരെങ്ങും വീഴുന്നിട്ടില്ലല്ലോ, എങ്ങും തളർന്നിട്ടില്ല. തളർത്തിയിട്ടേ ഉള്ളൂ, എങ്ങും തളർന്നിട്ടുമില്ല. പക്ഷേ അതാണ് വി എസ്. ഞാൻ ഇനി ആർക്കൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ ടി വിയിലൊക്കെ കാണുന്നതാണല്ലോ. ഞാൻ കണ്ട് കരഞ്ഞുപോയി. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു സഖാവായിരുന്നു. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നമ്മുടെ കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഖാവ് നമ്മളെ വി എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് ആയിരം ആദരാഞ്ജലി അർപ്പിക്കും. വി എസിന് ഏറ്റവും മേന്മയായിട്ട് തോന്നിയ എന്താ? മേന്മയായിട്ട് സാധാരണക്കാർക്കുള്ള ജീവിതത്തിന് വേണ്ടി എല്ലാം അങ്ങനെ കുടുംബസഹിതം നമുക്ക് വേണ്ടി, നമ്മളെ നാട്ടിന് വേണ്ടി സഹിച്ച ഒരാളാണ്. പുന്നപ്രവാഹ സമരത്തിന് വേണ്ടിയും നമ്മുടെ CPM പടുത്തുയർത്തുന്നതിന് വേണ്ടിയും സഹകരിച്ച ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. സാധാരണക്കാരെയും പാവപ്പെട്ടവനെയും ഒരേപോലെ സംരക്ഷിച്ച ആ പൊതുപ്രവർത്തനം പകരം വയ്ക്കാൻ ആരുമില്ല. അതുപോലെ തന്നെ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള മഹത് വ്യക്തികൾ ഭരിച്ചിരുന്ന കേരള സംസ്ഥാനം ഇവരെയൊക്കെ പകരം വയ്ക്കാനാണെങ്കിൽ ഇനി ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും അതികാഠിന്യമായ പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തികളായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി. അങ്ങനെ അവരെ നമുക്ക് എടുത്തു പറയത്തക്ക പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ടവൻ്റെയും പട്ടിണിപ്പാവങ്ങളുടെയും ആവശ്യത്തിന് വേണ്ടി ഒരാവശ്യം കൊണ്ട് ചെന്നാൽ സഡനായിട്ട് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇവരാണ്. അത് ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ശക്തമായ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ VSനെക്കുറിച്ച് പറയുമ്പോൾ വിപ്ലവ സൂര്യൻ തന്നെയായിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടിനെയൊക്കെ പറഞ്ഞാൽ നമുക്കദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലറിയുകയാണ്. അദ്ദേഹം ഭരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ അവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയാണെന്നാണ് അപ്പോഴേ. അതുപോലെ തന്നെയാണ് കെ കരുണാകരൻ. പട്ടികജാതിക്കാരെയൊക്കെ സംരക്ഷണ വലയത്തിലേക്ക് എന്ന് പറഞ്ഞ സംരക്ഷണം നൽകിയത് കെ കരുണാകരനാണ്. അതുതന്നെ ബാലകൃഷ്ണപിള്ള, അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. എങ്കിൽ തന്നെയും കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും VS അച്യുതാനന്ദനെയും നമുക്ക് എടുത്തു പറയത്തക്കുള്ള നേതാവാണ്. അത് പകരം വയ്ക്കാനാവാത്ത പൊതുപ്രവർത്തകൻ, ഒരു വിപ്ലവ സൂര്യന്മാരായിരുന്നു അവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിന്നൊരു കാലഘട്ടത്തിൽ ആ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ, രാജഭരണത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ വരുംവരായികൾ എന്താണെന്ന് നോക്കാതെ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് ആധുനിക കേരളം രൂപപ്പെട്ടപ്പോൾ ആ ആധുനിക കേരളത്തോടൊപ്പം സഞ്ചരിക്കുകയും 70കൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിൽ, കേരള പൊതുജീവിതത്തിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ മുമ്പേ നടക്കുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമെടുത്താൽ VS ആണ് കേരള ചരിത്രത്തെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാൾ. വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. ഇന്ന് 2 ദിവസമായി കാണുന്ന ചെറുപ്പക്കാരുടെ വലിയ തോതിലുള്ള അനുശോചന പ്രവാഹം തന്നെ പുതുതലമുറയെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. ഞാൻ 70 വയസ്സായ ആളാണ്. ഞാനടക്കമുള്ള ആളുകളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ഞങ്ങളുടെ തലമുറയ്ക്ക്, പുതുതലമുറയ്ക്കും നിശ്ചയമായും കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പ്രചോദനമാണ് സഖാവ് VSൻ്റെ ജീവിതം. ഈ യുഗത്തിലെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റാണ് VS. ഇവിടെ പറഞ്ഞതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ. സഖാവ് VS കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിൽ മാനവമോചന പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച വലിയ മനുഷ്യനാണ്. പുതിയ തലമുറയ്ക്ക് VS ഒരു പാഠപുസ്തകമാണ്. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ
ഒരുപാട് പോരാട്ടങ്ങൾ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ VS പോലൊരു മനുഷ്യന് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, എല്ലാ തരത്തിലുള്ള നെറുകേടിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ്, ഉത്തമനായ മനുഷ്യസ്നേഹിയാണ് എന്നതാണ് വിലയിരുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചവരിൽ അവസാനത്തെ കണ്ണിയാണ് VS. സമരങ്ങളുടെ ഒരു പോരാളിയായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും പടപൊരുതിയ AKGക്ക് ശേഷം പടപൊരുതിയ ഒരു വിപ്ലവ നായകൻ കേരളത്തിൽ VS മാത്രമേ ഉള്ളൂ. സഖാവിൻ്റെ ഈ ദേഹവിയോഗം കേരളത്തിന് ആബാലവൃദ്ധം ജനങ്ങളെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രകൃതി പോലും സഖാവിനോടൊപ്പം അനുഭൂതി കാണിച്ച് സഖാവിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ആ മൃതദേഹം എടുക്കുമ്പോൾ മഴ തന്നെ പെയ്ത് പ്രകൃതി പോലും ആ സഖാവിനോട് അനുകമ്പ കാണിച്ചു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും മണ്ണിനും വെളിച്ചത്തിനും വെള്ളത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ പടപൊരുതിയ ഒരു ജനനായകൻ സഖാവ് AKG പാവങ്ങൾക്ക് വേണ്ടി പോരാടിയതിനേക്കാൾ ഉപരി സഖാവ് AKGക്ക് അത്രത്തോളം പടപൊരുതാൻ കഴിഞ്ഞില്ല. അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ മേഖലകളിലും, അത് വിശ്വാസത്തിൻ്റെ ആണെങ്കിലും ആചാരങ്ങൾക്കെതിരെയാണെങ്കിലും തീവ്രവാദത്തിനെതിരെയാണെങ്കിലും എല്ലാ മേഖലകൾക്കെതിരെയും പടപൊരുതിയ ഒരു ധീര വിപ്ലവ നേതാവായിരുന്നു. സഖാവിൻ്റെ ഈ ദേഹവിയോഗം കേരളത്തിന് നികത്താനാകുമോ എന്നൊരു സംശയത്തിലാണ്. എന്നാലും പാർട്ടി അതിനെല്ലാം അതിജീവിക്കും. ഈ കേരള സഖാവ് ഉയർത്തിയ മൂല്യങ്ങൾ ഈ പാർട്ടി കൂടുതൽ ഉയരത്തിലെത്തിക്കുവാൻ വേണ്ടി, ജനങ്ങളെത്തിക്കുവാൻ വേണ്ടി പടപൊരുതും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് VSൻ്റെ മരണം. എത്ര മഴയായിരുന്നാലും കാലാവസ്ഥ പോലും നോക്കാതെ എല്ലാ ജനങ്ങളും, പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഇപ്പോഴത്തെ തലമുറകൾ പോലും എല്ലാവരും വന്നിട്ടുണ്ട്. അതിൽ അധികം ദുഃഖമുണ്ട്. സഖാവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വിഷമമാണ്. എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു. ചങ്കിലെ നേതാവാണ്, ഞങ്ങളുടെ ചങ്കിലെ ചെന്താമരയാണ്. VS മരിച്ചെന്ന് നമുക്ക് അംഗീകരിക്കാനേ സാധിക്കുന്നില്ല. ധീരനായ പോരാളിയുടെ പിന്തുടർന്ന് ഞങ്ങൾ ഇതിൽ നിൽക്കും. അങ്കുറപ്പുള്ള നേതാവ്, ആരെയും കൂസാതെ മുന്നോട്ട് പോകുന്ന നേതാവ്, ജനങ്ങളുടെയും സമര പോരാളികളുടെയും വിപ്ലവ സൂര്യ നായകൻ VSന് കേരളം നൽകുന്ന ഏറ്റവും വലിയ ആദരമാണെന്ന് ഉറക്കെക്കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗുലാബ് സിന്ദാബാദ്. ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ പറയും. ആ ജീവിതവും എല്ലാം അങ്ങനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ പറയും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. പ്രത്യേകമായിട്ട് പറയാനൊന്നുമില്ല. VS ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പോകുന്നതോടുകൂടി കമ്മ്യൂണിസത്തിൻ്റെ ഒരു മാറ്റം കൂടെ വരും. അത് എങ്ങനെ ആ മാറ്റം എങ്ങനെ അനുകൂലമാക്കാം ജനങ്ങൾക്ക്, അതാണ് പ്രതീക്ഷിച്ചിരിക്കുക. അതാണ് നമ്മൾ കാണേണ്ടത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, വരട്ടെ. ഇനി നമുക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. വളരെ ശക്തനായ നേതാവായിരുന്നു. യുവാക്കൾക്ക് എല്ലാം വളരെ നല്ലൊരു നേതാവായിരുന്നു. അഭിമാനമാണ് VS. ഒരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചു. ഇതിൽ നമുക്കൊന്നും പറയാനില്ല സഖാവിനെ കുറിച്ച്. നമുക്ക് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. അതാണിപ്പോൾ ഒരു സൂര്യാസ്തമനം പോലെ പോയത്. VSനെ കുറിച്ച് രണ്ട് വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു ആദർശത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. ഇതുപോലൊരാൾ ഇനി ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ്. അത്രയും ആദർശവും അത്രയും ത്യാഗവും അത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനും ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. സമരനായകൻ ഇനിയിപ്പം ഇല്ല. വ്യക്തിയാണ്, പാവങ്ങളുടെ പടത്തലവനാണ്. പഴയ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് VS അച്യുതാനന്ദൻ. നല്ല മനുഷ്യനാണ്, പാവങ്ങളുടെ അലിവുള്ള മനുഷ്യനാണ്. ഭൂമി സമരത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് സമരം ചെയ്ത പോരാളിയാണ് VS അച്യുതാനന്ദൻ. എല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാധനം എന്തോ ഞങ്ങളുടെ വികാരമാണ്. ഞങ്ങളുടെയൊക്കെ ഞരമ്പിൽ രക്തം തിളപ്പിച്ചൊരു സഖാവാണ് ഈ പ്രായത്തിലും. പ്രിയ സഖാവിൻ്റെ വേർപാടിൽ വളരെയധികം ദുഃഖം. ഞങ്ങൾ പുനലൂരിൽ നിന്ന് വന്നതാണ്. 1:30 ഓടിയെത്തി എന്തായാലും കാണാൻ പറ്റി. ഇതുപോലൊരു സഖാവിനി ഉണ്ടാകുമോ എന്ന് വളരെയധികം സംശയമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വെച്ചിട്ട് പോയ കാര്യങ്ങൾ ഭാവിയിൽ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് മാത്രം പറയുന്നുകൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. VS കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നിലകൊണ്ട വളരെ
വിരലിലെണ്ണാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് സഖാവ് VS. ഒരു കാലഘട്ടം തന്നെ, ഒരു യുഗം, അതായത് തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെയൊക്കെ ഒരു യുഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തൊഴിലാളി വർഗം ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം. അവിടെ നിന്നുകൊണ്ട് ആ തൊഴിലാളിയെ സ്വന്തം കാലിൽ നിർത്തുവാനായിട്ട് VS പ്രസ്ഥാനവും എടുത്ത ശ്രമത്തെ കേരള ജനത എന്നും ഓർക്കുക തന്നെ ചെയ്യും. നല്ല മനുഷ്യനാണ്, നല്ലതാണ്, സത്യസന്ധനാണ്, നല്ല മനുഷ്യനാണ്. പ്രസംഗമൊക്കെ വലിയ ഇഷ്ടമാണ്. ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പം കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇനി ഇതേപോലെ ഒരു സഖാവിനെ ഇനി വരേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഏറ്റവും നല്ല അതെ. രണ്ടു വട്ടം കണ്ടു. ഇത്രയും നല്ലൊരു നേതാവ് ഈ കേരള മണ്ണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു നേതാവായിരുന്നു. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ജനതയാണ്. നമുക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. VS പോലെ VS മാത്രം വയ്ക്കാൻ ആളില്ല. VS സംബന്ധിച്ചിടത്തോളം VS പകരം വയ്ക്കാൻ വേറൊരാളില്ല. അത് തന്നെയാണ് പറയാനുള്ളത് VS കുറിച്ച് പറയാനുള്ളത്. VS നല്ലൊരു നേതാവായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വളരെ കണ്ണീരോടെ ഇവിടെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ, നല്ലൊരു നേതാവിനാണ് ഞങ്ങൾക്ക് പോയത്. ജ്വലിക്കുന്ന സൂര്യൻ അസ്തമിച്ചു ഉള്ള ഒരു എപ്പിക് ലെജൻഡ് നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ ഫോർ ദ പീപ്പിൾ, എസ്പെഷ്യലി ദ ഡൗൺ ട്രെഡൻ ക്ലാസ് പീപ്പിൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.